ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെന്നേ ഒരു ചെറിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഹിജാമ ഉണ്ടല്ലോ, നമ്മുടെ അറബിക് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുസ്തഫ ഒക്കെയാണ് ഇതിൻ്റെ ചെയ്യണ ആള്. ആദ്യം നമ്മുടെ കൂട്ടുകാരനുണ്ട്, അഷ്റഫ് എന്നാണ് പേര്. പുള്ളിയാണ് ആദ്യം കിടന്നേക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ പുള്ളി ചെയ്യണ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, കപ്പുകൾ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ പരിപാടികൾ. പിന്നെ ഈ ഹിജാമ ചെയ്യണതിൻ്റെ മെയിൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കപ്പുകളാണ്. അത് എയർ സക്ക് ചെയ്യണ ഒരു അതാണിതിൽ ആകെ വരണ ഒരു എക്യുപ്മെൻറ്റ് ഇത് ചെയ്യാൻ വേണ്ടി. ഇത് അറബിക് ട്രീറ്റ്മെൻ്റ് അല്ലേ ശരിക്കും? അതാ ചൈനീസാണോ? ചൈനീസാണ്. അത് 5000 വർഷം മുന്നേ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. 5000 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. ചൈനീസാണ് കേട്ടോ, അറബിക്കല്ല. സോറി, അറബിക് ചൈനീസ് ട്രീറ്റ്മെൻറ്റാണ്, അക്യുപങ്ക്ചറാണ്. പ്രവാചകന്റെ കാലത്ത് അത് പ്രൊമോട്ട് ചെയ്യും. വേദനിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലേ? ചെറിയ ഡോട്ട് ഇങ്ങനെ ഇത് ശരിക്കും ഈ സ്കിൻ ലെയേഴ്സിന്റെ ഇടയിലുള്ള ബ്ലഡാണ് നമ്മൾ എടുക്കണത് അല്ലേ? തൊലിയുടെ ഇടയിലുള്ളത്. വേറെ നമ്മുടെ രക്തധമനികളിലോ വെയിൻസിലോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഡിഷിപ്പ് വരണ ഭാഗത്തുള്ള ആ ലെയേഴ്സിൽ, സ്കിൻ ലെയേഴ്സിലുള്ള രക്തമാണ് സക്ക് ചെയ്ത് നമ്മൾ പുറത്തോട്ട് എടുക്കണം. ഇങ്ങനെ ചെയ്യണത് അടുപ്പിച്ച് കാണിക്കാണ്ടാണ് കേട്ടോ. ചിലർക്ക് അത് ഡിസ്റ്റർബൻസോ അതുകൊണ്ടാണ്. കയറി വരുന്നത് എന്താ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കംപ്ലീറ്റ് ബ്ലഡും കാര്യങ്ങളൊക്കെ അതിലിങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കണം. നമ്മുടെ അതിലത്തെ ബാഡ് രക്തമാണ് കേട്ടോ ഈ കയറണത്. എന്തെങ്കിലും ഫീൽ ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഫീല് പറഞ്ഞത് വേദന ഉണ്ടോ? വേദന ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വേദന തോന്നുന്നില്ല, പിടിച്ചു വലിക്കണ ഫീലിംഗ്. അത് തന്നെ ഉണ്ടാവുള്ളൂ. ഇവർക്ക് എടുക്കണ സമയത്ത് ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് മുന്നേ ഒരു തവണ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര അടിപൊളി പരിപാടിയാണ് കേട്ടോ. ചെറിയ ഇതുള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുള്ളിനെ കൊണ്ട് തന്നെ പറയും. ഇത് ചെയ്യുന്ന നമ്മുടെ ആശാനുണ്ട്, മുസ്തഫക്ക എന്നാണ് പേര്. പുള്ളിനെ കൊണ്ട് തന്നെ ഞാൻ പറയും. പുള്ളിനായിട്ട് നമുക്ക് ചോദിക്കാം, അതേ പറ്റുള്ളൂ. ഈ സീനല്ലേ പലവട്ടം യൂസ് ചെയ്യാൻ പറ്റുന്ന വരണ്ട്. മറ്റേതൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അത് ചൂടുവെള്ളത്തിലിടേണ്ടി വരും അല്ലേ? അത് മറ്റേ ഫയർ കപ്പിംഗ് ആണല്ലേ? അത് പക്ഷെ ബ്ലഡ് വലിച്ചെടുക്കല്ലേ? നീരെടുക്കുക.
നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും പറയാം. ഓക്കെ. ഇതാണ് സംഭവം കേട്ടോ. വലിയ വേറെ വേദനകളോ മറ്റുള്ള പരിപാടികളൊന്നുമില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പറ്റുന്നവരൊക്കെ ചെയ്യേണ്ട ഒരു പരിപാടി കൂടിയാണ്. വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണവരും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, അതുപോലെ ഇങ്ങനത്തെ ഹിജാമ ഇത് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ, നമ്മൾ കുറേ മരുന്ന് വാരി തിന്നണേക്കാളൊക്കെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ള എന്താണ് ചികിത്സകളാണ് കേട്ടോ. ഇതിന് ഒരുപാട് പേര് ഇതിനെ എതിർക്കുന്നവരുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് പേരൊന്നും കിട്ടിയ അറിവുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ നല്ലൊരു എന്താണ് ട്രീറ്റ്മെൻറ്റാണ് ഇത്. വേറെ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് മരുന്നുകൾ തിന്നണേക്കാളും നല്ലത് ഇങ്ങനത്തെ പരിപാടികൾ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, 3 മാസം കൂടുമ്പോഴാണ് പിന്നെ അടുത്ത ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്യാപ്പ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യം വരാത്ത സമയം, ഇതൊക്കെ അങ്ങനത്തെ സമയങ്ങളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതും ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്കിൻ ലെയറിൻ്റെ ഇടയിലുള്ള ബ്ലഡാണ് സെക്ക് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ വേസ്റ്റ് ബ്ലഡ് എന്നൊക്കെ പറയുന്നത് പൊട്ട രക്തം ഉണ്ടല്ലോ, അതാണ് വലിച്ചെടുക്കണം. ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെയിനിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ബ്ലഡാണ് കൊടുക്കണം. ബ്ലഡ് ഇൻക്രീസ് ചെയ്യാണ്, പിന്നെ അത് പുതിയ ബ്ലഡ് വരണ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മുസ്തഫക്ക എന്ന് പറയുന്ന ആളാണ്, പുള്ളിയാണ് നമുക്ക് ചെയ്തത്, നമ്മുടെ ബ്രോ ആണ്. പുള്ളിയുടെ വീട് ഉള്ളത് ചെറുതുരുത്തിയാണ്. അപ്പോൾ ചെറുതുരുത്തിയിൽ ആണുള്ളത്. പുള്ളിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞവരൊക്കെ ചെയ്യുക. ഇതിന് എന്താ വെച്ചാൽ ഈ പരിപാടിക്ക് അങ്ങനെ ഒരു റെമ്യൂണറേഷനായിട്ടൊന്നും വാങ്ങില്ല. ഇതിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ ചിലവ് മാത്രമാണ് പുള്ളി മേടിക്കുള്ളൂ. കാരണം ഇതൊരു ജോലിയായിട്ട് ചെയ്യാനും പാടാത്തൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കുക. ആവശ്യമുള്ളവർ ചെയ്യാം, പറ്റുന്നവർ ചെയ്യുക. സ്ത്രീകൾക്കും ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പുള്ളിയുടെ വൈഫ് ചെയ്തു തരും. ഇവിടെ തന്നെയാണ്, പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ക്ലിനിക്കും കാര്യങ്ങളും വേറെ ഉണ്ട്. ഞാനിപ്പോൾ വൈകുന്നേരമാണ് വന്നത്. ഇവിടെ വന്നത് നമ്മുടെ ഫ്രണ്ടാണ്, ബ്രോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും
എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു പോകുന്നവർ അവിടെയൊക്കെ കയറി കണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.